പെട്ടെന്നൊരു ലൈറ്റ് വന്നു. ആ ലൈറ്റിനെ അയാളെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ട് അയാളെ ആ ലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് ആ ഫ്ലൈറ്റ് പോവുകയും അയാളുടെ പിന്നാലെ ഒരു പറക്കും തളിക പോലത്തെ ഒരു സംഭവം വന്നിട്ട് അയാളെ ഇറക്കിയിട്ട് ഒരു കേവിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോയ സമയത്ത് അവിടെ വേറൊരു വലിയൊരു വേൾഡ്. അപ്പോൾ ആ ലോകത്തിന്റെ പേരാണ് അഗർത്ത. ഒരു വേൾഡാണ്, ഒരു മാജിക്കൽ വേൾഡാണ്. ആ സമയത്താണ് എനിക്ക് സോറി റൈവൽസിന്റെ അല്ല ഷമീർ എന്നെ ഈ സ്ക്രിപ്റ്റിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ഇല്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയും നല്ല മനുഷ്യന്മാരും ഇതിലുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് താങ്കളെ കണ്ടതിന് ശേഷമാണ്. നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. എനിക്ക് തോന്നിയിട്ടുണ്ട് അത് AI വെച്ചിട്ട് അങ്ങനെയല്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു മുകേഷ് ചേട്ടനെ കൊണ്ടുവന്നാലോ, മുകേഷ് എന്തെങ്കിലും വിളിക്കും, അത് കൺട്രോൾ വഴി ആഡ് ചെയ്ത് മമ്മൂക്കയുടെ ഫസ്റ്റ് ഷോട്ട് വെച്ചപ്പോൾ എനിക്ക് ഈ കാര്യം ഫസ്റ്റ് ഓർമ്മ വന്നത്. മുകേഷ് ചേട്ടനെ എനിക്ക് ഓർമ്മ വന്നത് ഹാൻഡൊക്കെ കൊടുത്തിട്ട് പോയിട്ട് ഞാൻ ഷേക്കാനോട് മമ്മൂക്ക എൻ്റെ അടുത്ത് കാണിച്ചു ഇത് വേലായി പണിയായിട്ട് വരുന്നതാണോ? ഉത്സവത്തിന്റെ പേര് നരമുണ്ടോ ഖേല എന്നാണ് ഉത്സവത്തിന്റെ പേര്. പ്രത്യേകത എന്ന് വെച്ചാൽ മരിച്ച ആൾക്കാരൊക്കെ ഈ ഒരു ഉത്സവം കാണാൻ വരുന്നു. അവരുടെ ബോഡി അതുപോലെ വരും എന്ന് പറഞ്ഞ് ഈ ഉത്സവം കാണാൻ വേണ്ടി നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ എല്ലാവരും ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും. പക്ഷെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർ ആഴ്ചയിരിക്കില്ല. ആ മുഖത്തിങ്ങനെ ചായം തേക്കും. എന്നിട്ട് ഗ്രാമത്തിൻ്റെ 4 അതിർത്തികളും പൂട്ടും. ഈ കുറ്റിക്കാട്ടുന്ന് ഡെഡ് ബോഡീസ് ഇങ്ങനെ കൊണ്ടുവരും ഇവർ. പാമ്പ് കടിയേറ്റ ആളെ ചാണകത്തിൽ കുഴിച്ചിടും മരിക്കുന്നതിന് മുമ്പ് തന്നെ. എന്നാൽ ആ ചാണകം ഇത് വലിച്ചെടുക്കുന്ന പറയാം, പാമ്പിൻ്റെ വിഷം. 1921 റിച്ചർഡ് ബയർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമേരിക്കൻ നേവൽ ഓഫീസർ, അദ്ദേഹം അന്റാർട്ടിക്കയിലൂടെ ഒരു എക്സ്പെഡീഷന് പോവാണ്. അമേരിക്കയുടെ ലിറ്റിൽ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അദ്ദേഹം പോകുന്ന സമയത്ത് അയാളൊരു സിംഗിൾ ചെറിയ വിമാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് കുറേ മുമ്പോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ലൈറ്റ് വന്നു. ആ ലൈറ്റിനെ അയാളെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ട് അയാളെ ആ ലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് ആ ഫ്ലൈറ്റ് പോവുകയും അയാളുടെ പിന്നാലെ ഒരു പറക്കും തളിക പോലത്തെ ഒരു സംഭവം വന്നിട്ട് അയാളെ സ്റ്റോപ്പ് ചെയ്യിച്ചു. എന്നിട്ട് അയാളെ ഇറക്കിയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വഴിയിലൂടെ നടത്തിയിട്ട് അവിടെ ഫുള്ള് ഐസാണല്ലോ. അപ്പോൾ ഒരു കേവിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോയ സമയത്ത് അവിടെ വേറൊരു വലിയൊരു വേൾഡ്. ആ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽക്കി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അതിൽ കാണിച്ച ഒരു ഊർജ്ജ സ്രോതസ് ഉണ്ട് അവിടെ. സൂര്യനെ പോലെ തന്നെ വലിയൊരു ഗോളം, അതിൽ നിന്നാണ് അവർ എനർജി എടുക്കുന്നത്. അവിടുത്തെ മനുഷ്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള, ഒരിക്കലും നരയ്ക്കാത്ത, ഒരിക്കലും പ്രായമാകാത്ത മനുഷ്യന്മാരുള്ള ഒരു ലോകം. അപ്പോൾ ഇത് നമ്മൾ പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു ലോകമുണ്ട്, ശംഭാല, ഷാങ്ഗ്രില എന്നൊക്കെ അറിയപ്പെടുന്ന. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ 1947 ഇദ്ദേഹത്തിൻ്റെ ഡയറി പുറത്ത് കാണുന്നത്, സീക്രട്ട് ഡയറി ഓഫ് റിച്ചർഡ് ബയർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സംഭവം പെൻറ്റഗണിൽ വെച്ചിട്ട് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി. ഇയാളെ എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തിയിട്ടും എങ്ങനെയായിട്ടും ഇദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ലോകത്തെത്തിയിട്ടുണ്ട്, അവിടെ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലോകത്തിൻ്റെ പേരാണ് അഗർത്ത. അതാണ് ചാനലിൻ്റെ പേര്, അഗർത്ത. അതായത് ദ ഹിഡൻ വേൾഡ് അല്ലെങ്കിൽ ദ ഇന്നർ കോർ. ഈ ലോകത്ത് ഉള്ളിൽ, ഈ ഭൂമിക്കുള്ളിൽ എവിടെയോ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ലോകം. ആ അഗർത്തയിൽ നല്ല മനുഷ്യന്മാർക്ക് മാത്രമേ എത്താൻ പറ്റൂ. ഇമാജിനറി വേൾഡ്, നല്ല മനുഷ്യന്മാർക്ക് മാത്രം അഗർത്തയിലേക്ക് വരാം. അപ്പോൾ ഇത് ഷമീർ നാസർ, അനുഗ്രഹ. ശരിക്കും എന്താ പറയുക, നൂറിൽ മുനീറിൽ പൂർണ്ണാനന്ദ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ വായിച്ചു. അതിനു മുന്നേ ഞങ്ങൾ പരിചയക്കാരാണ്. ഞങ്ങൾ ഒരുപാട്, അതായത് കുറേ നാൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിന് ശേഷം നൂറിൽ മുനീറിൽ പൂർണ്ണാനന്ദ വായിക്കുന്നത് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങിയതിന് ശേഷമാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നതെല്ലാം നോർത്തിലേക്കാണ്, UP വരുന്നത്. നമ്മുടെ അവിടുത്തെ ഒരു കൾച്ചറും ഒക്കെയാണ് നമ്മുടെ സിനിമയിൽ വരിക. അപ്പോൾ ഞാൻ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ, കാരണം ഞാൻ നോർത്തിലധികം സഞ്ചരിച്ചിട്ടില്ല. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളൂ നോർത്തിലേക്ക്. അതിനുള്ളിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. ആകെ ഞാൻ പോയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു പടത്തിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട് മധ്യപ്രദേശിൽ. അപ്പോൾ അവിടെയൊക്കെ ഉള്ള ഏകദേശം ഒരു സംഭവം ട്രൈബൽസിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും അവിടെ ഒരുപാട് നാളിലും സ്പെൻഡ് ചെയ്തിട്ടില്ല. മാക്സിമം ഒരു ഒരാഴ്ചയൊക്കെ ഞാൻ അതേ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ അതായത് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വരികയും ആ സിനിമ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എടുക്കുകയും എൻ്റെ സ്ക്രീൻ പ്ലേ തുടങ്ങുകയൊക്കെ ചെയ്തപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ സ്റ്റക്കായി പോയി.
ഞാൻ ആലോചിച്ചത് എന്ത് ചെയ്യും. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എൻ്റെ സർക്കിളിൽ അല്ലെങ്കിൽ ഞാൻ ഇനി അവിടേക്ക് ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ കൊണ്ടുവന്നിട്ട് എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ മുഖം ഇങ്ങനെ മാറി മറഞ്ഞു വന്നു. ആ സമയത്താണ് എനിക്ക് സോറി റൈവൽസിൻ്റെ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ട്രാവൽ ചെയ്യുന്ന ആളാണല്ലോ, നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ സ്റ്റോറീസൊക്കെ നമ്മൾ കാണണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൂറിൽ മുനീറിൽ പൂർണ്ണാനന്ദൻ ഞാൻ വായിക്കുന്ന ആ സമയത്താണ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കൺഫേം ചെയ്തു നിങ്ങളാണ് എനിക്ക് പറ്റിയ ആളെന്ന് ഞാൻ കൺഫേം ചെയ്തു. അനുഗ്രഹ സിനിമയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളല്ലേ അല്ലേ? ആ. എങ്ങനെയാണ് സിനിമ എക്സ്പീരിയൻസസ് ഒന്ന് കേൾക്കാം. എക്സ്പീരിയൻസസ് ഞാൻ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 6 months സംതിങ് ആയിട്ടുള്ളൂ. അത് അപ്പം എനിക്ക് എന്താ പറയുക, ഭയങ്കര ഒരു ഒരു വേൾഡാണ്, ഒരു മാജിക്കൽ വേൾഡാണ്. അപ്പം അതിൻ്റെ ടെക്നിക്കാലിറ്റീസും ഒന്നും എനിക്കറിയില്ല. പക്ഷേങ്കിൽ വാട്ട് ഐ എം ഡൂയിങ് ഈസ് നൗ ഐ എം എൻജോയിങ് ദ പ്രോസസ്സ്. ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്താവും അങ്ങനെയൊന്നും എല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് ഇതുവരെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസസ് സിനിമയിലൂടെ കിട്ടിയതൊക്കെ അതൊരു ലേണിംഗ് പ്രോസസ്സായിട്ടാണ് ഞാനിപ്പം വിചാരിക്കുന്നത്. സോ യാ. ഈ ഷമീർ എന്നെ ഈ സ്ക്രിപ്റ്റിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ഇല്ല എന്നാ പറഞ്ഞത്. അതായത് സിനിമ എന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര പേടിയാണ്. സിനിമയിൽ പോയാൽ ചീത്തയാവും എന്ന് പറഞ്ഞു. കാഴ്ചപ്പാടാണെന്ന് എനിക്കത് മനസ്സിലായില്ല. അത് ഞങ്ങളുടെ നാട്ടിലെ മദ്രസ എന്നൊക്കെ എൻ്റെ പേര് വെട്ടിക്കളയും, അതൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമൂഹത്തിൽ എല്ലാവർക്കും 90% ആൾക്കാർക്കും സിനിമയിലേക്ക് വന്നാൽ കൊള്ളാം എന്ന ആഗ്രഹമുള്ള ആൾക്കാരെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. അതിൻ്റെ എല്ലാം തെറ്റിച്ചളഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ. സിനിമയിലേക്കാണ് എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എത്ര വിളിച്ചിട്ട് നിങ്ങൾ വരുന്നില്ല, അത് എനിക്ക് പറ്റില്ല, എനിക്ക് ഫീൽഡ് എനിക്ക് അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വന്നതിന് ശേഷം എന്ത് തോന്നുന്നു? അതായത് ഞാൻ വന്നതിന് ശേഷം നീ കള്ളു കുടിക്കില്ല, പെണ്ണ് പിടിക്കില്ല, ഒക്കെ കറക്റ്റാ. പക്ഷെ എന്നാലും നാട്ടുകാരൊക്കെ വിചാരം എപ്പോഴും എറണാകുളത്തേക്ക് ഇങ്ങനെ പോകുന്നതിന് പിന്നില് അഞ്ചാവൊക്കെ എന്നായിരിക്കും അവർ വിചാരിച്ചു വെക്കുന്നത്. പക്ഷെ ഇങ്ങനെയും നല്ല മനുഷ്യന്മാരും ഇതിലുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് താങ്കളെ കണ്ടതിന് ശേഷമാണ്. അല്ല, സീരിയസ്ലി. അപ്പോ കാരണം നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലേ? അതാണ് ആ ഒരു, അതായത് മമ്മൂക്കയൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരാളാണല്ലോ എന്ന് വിചാരിച്ചു. മമ്മൂക്കയായിട്ട് അതിന്റെ ബന്ധമൊന്നും പറയാൻ പറ്റില്ല, മമ്മൂക്ക ചില ഓടിച്ചിട്ട് തല്ലും. അതെനിക്ക് തോന്നിയിട്ടുണ്ട്, അത് AI വെച്ചിട്ട് അങ്ങനെയല്ല. ശരിക്കും ഇതിലൊരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്പാക്കുരിശൊക്കെ ഇറങ്ങിയ സമയത്ത് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പ്ലാൻ ചെയ്തു. അത് ഞാൻ എഡിറ്ററായിരുന്നു, ചാനൽ പ്രോഗ്രാംസും സീരിയലിലൊക്കെ ആയിരുന്നു എന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതിന് പ്രൊഡ്യൂസറും നായകനും ഒക്കെ വന്നു. അന്ന് അതിൽ സരയുമായിരുന്നു ഹീറോയിനായിട്ട് വന്നേ, തസ്നീഖാനായിരുന്നു അതിൽ വേറൊരു ക്യാരക്ടർ ചെയ്തിരുന്നത്. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുള്ളൊരു, അതായത് ഒരു ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതിൽ ഷൂട്ടൊക്കെ തുടങ്ങി. ഫോർട്ട് കൊച്ചിയിലൊക്കെ ആയിരുന്നു ഒരു ഷൂട്ട് വന്നേ. അത് വന്ന് കുറേ ഷൂട്ട് കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ എന്നോട് പറയാം, ഇത് നമുക്ക് സിനിമയാക്കിയാലോ. അന്ന് 70ലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് സിനിമയാക്കാം, നമ്മൾ ഇത്രയും ഷൂട്ട് ചെയ്തതല്ലേ, അപ്പോൾ അവർക്ക് കുഴപ്പമില്ല, നമുക്ക് സിനിമ ആക്കാമെന്ന് പറഞ്ഞ ആ സബ്ജക്റ്റ് ഒരു എന്താ പറയുക തെരുവിൽ നടക്കുന്ന ഒരു 2 ഡയമെൻഷനാണ്. ഒരു ഫാസ്റ്റ് ലൈഫും എന്നാൽ ഒരു മതിലിനപ്പുറത്തുള്ള ലൈഫ്, അതിനിപ്പുറത്തേക്കുള്ള ലൈഫുമാണ് അത് കാണിച്ചു പോകുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അത്. പക്ഷെ അതിങ്ങനെ ചെയ്തു വന്നപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ നമുക്കിത് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങ് നിർത്തി. എല്ലാവരും ഉണ്ട് ചെന്ന് സിനിമയാക്കിയാലോ എന്ന് ധാരണയിൽ വന്ന് അത്രയും ഷൂട്ട് ചെയ്തു, ഏകദേശം പകുതിയോളം ഷൂട്ട് ചെയ്തു. പക്ഷേ ഇതൊക്കെ നമുക്ക് സിനിമയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ടീമും ഇങ്ങനെ വന്നു, സംസാരിച്ചു, നമുക്ക് സിനിമ ചെയ്യാം. അപ്പോൾ അടുത്തൊരു കഥാപാത്രം അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം എന്നൊരു ധാരണ വന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു ആരെ കൊണ്ടുവരാം. അപ്പോൾ എല്ലാവരും പറഞ്ഞു മുകേഷ് ഏട്ടനെ കൊണ്ടുവന്നാലോ. മുകേഷ് ഏട്ടനെ വിളിക്കും, അത് കൺട്രോളർ. അപ്പോൾ പുള്ളിക്കാരനൊന്ന് പേടിയായി, പുള്ളിക്കാരനൊന്നും അത്രയും ഒരു ഇതിലേക്ക് വന്നില്ല, ചെയ്യണോ. അപ്പോൾ അല്ല, ഞാൻ ഏറ്റെടുത്ത് വിളിച്ചോളാം. ഞാൻ എങ്ങനെ എൻ്റെ ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് കാളിദാസ സ്റ്റുഡിയോ ഉണ്ട്, നമ്മുടെ മുകേഷ് ഏട്ടൻ്റെ സഹോദരിയുടെ സ്റ്റുഡിയോ കാളിദാസ. അവിടെ ഞാൻ എൻ്റെ കുറേ പ്രോഗ്രാംസ് ഡബ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ എനിക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് എഡിറ്റർ. അപ്പോൾ ആളുടെ നിന്ന് ഞാൻ നമ്പർ വാങ്ങി, അതായത് സന്ധി ചേച്ചിയുടെ നമ്പർ വാങ്ങിയിട്ട് മുകേഷ് ഏട്ടൻ്റെ നമ്പർ എടുത്തിട്ട്
ഞാൻ വിളിക്കുകയാണ്, ഞാനൊരു ഹോട്ടൽ റൂമിൽ ഇരുന്നിട്ട് മാറി ഇരുന്നിട്ട് മണിക്കാ വിളിക്കുന്നത്? മാറി ഇരുന്നിട്ട് ഇല്ല രാത്രിയല്ല, പകലാ വിളിക്കുന്നത്. പകല് മുകേഷ് ചേട്ടനെ വിളിച്ചിട്ട് ഹലോ മുകേഷ് ചേട്ടനല്ലേ? അതെ എന്ന് ഓപ്പോസിറ്റിലുള്ള സൗണ്ട് കേട്ടപ്പോൾ എൻ്റെ കിളി പോയി. ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഒരു പറയൽ വന്നു എനിക്ക്, മുകേഷ് ചേട്ടൻ ദൂരെ സിനിമകൾ അഭിനയിച്ച ഒരാളാ, അന്നത്തെ സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒന്നുകൂടെ ഞാൻ വിളിച്ചു, ചേട്ടാ മുകേഷ് ചേട്ടനല്ലേ? എടോ പറയടോ, താനല്ലേ നേരത്തെ വിളിച്ചത്? അപ്പോൾ അല്ല മുകേഷ് ചേട്ടാ, അത് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്തു, ഒരു സിനിമ. ഓക്കെ, അതിൻ്റെ ഏകദേശം പകുതിയോളമായി. ഓക്കെ, ഇനി കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ മുകേഷ് പെട്ടെന്ന് അതിലേക്ക് ഓവർലാപ്പ് ചെയ്തിട്ട് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നിങ്ങൾ സിനിമ ചെയ്തു, പകുതി പേരായി, അപ്പോൾ എന്നെപ്പോലെ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ വന്നാൽ കൊള്ളാൻ നിങ്ങൾക്ക് തോന്നി, അപ്പോൾ എന്നെ നിങ്ങൾ വിളിച്ചു. അതിന് മുന്നേ പുള്ളി എന്നോട് പറഞ്ഞറിയാമോ, എടോ ഒരു ഡയറക്ടറല്ലേ താൻ, തനിക്ക് കോൺഫിഡൻസ് വേണ്ടി ഒരാളോട് സംസാരിക്കാനെന്ന് എന്നോട് ആദ്യം പറയുന്നത്. താൻ ഡയറക്ടർ തന്നെയാണോ എന്താ? അത് കട്ട് ചെയ്ത് തന്നെ പുള്ളി ചോദിച്ചതാ. അപ്പോഴേ തന്നെ ഒരു പകുതി പോയി. ഇത് പറഞ്ഞപ്പോൾ തന്നെ എന്നിട്ട് ചോദിക്കുകയാണ്, ഒരു കാര്യം ചെയ്യ്, ഞാൻ മമ്മൂട്ടിയുടെ നമ്പർ തരാം, മെഗാസ്റ്റാർ ആണല്ലോ, പുള്ളി ഒന്ന് വിളിച്ചു നോക്കുന്നത്. ഞാൻ പറഞ്ഞു ശരിയാട്ടോ. അതിനുശേഷം ആണ് ഞാൻ ഈ മമ്മൂക്കയുടെ ആഡ് ചെയ്ത് മമ്മൂക്കയുടെ ഫസ്റ്റ് ഷോട്ട് വെച്ചപ്പോൾ എനിക്ക് ഈ കാര്യം ഫസ്റ്റ് ഓർമ്മ വന്നത്, മുകേഷ് ചേട്ടനെ എനിക്ക് ഓർമ്മ വന്നത്. അത് വലിയ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ശരിക്കും. അത് ഭൂമി ഇങ്ങനെ കറങ്ങി വരിക എന്നുള്ളതിന്റെ സത്യം. ചിലപ്പോൾ ഇത് മുകേഷ് ചേട്ടനൊന്നും ഓർമ്മയൊന്നുണ്ടാവില്ല, അന്ന് എല്ലാവരും വിളിക്കുന്ന പോലെ ഒരു കോളായിരിക്കും അത്. എനിക്ക് തോന്നുന്നു വെച്ചാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും സംസാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ സംസാരിച്ച് കട്ട് ചെയ്തു. പക്ഷെ എനിക്ക് അന്ന് എൻ്റെ കോൺഫിഡൻസ് തകർന്നു പോയെന്നല്ല, ഞാൻ വല്ലാത്തൊരു സ്റ്റേജിലേക്ക് ഞാൻ അടുത്തടുത്ത് പറയണല്ലോ, ഞാൻ മുകേഷ് ചേട്ടനെ വിളിച്ചു, മുകേഷ് ചേട്ടൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് അടുത്തടുത്ത് പറയണമല്ലോ. ഇത്ര പേര് വെയിറ്റ് ചെയ്യല്ലേ മുകേഷ് ചേട്ടൻ എന്ത് പറഞ്ഞെന്നറിയാൻ. അപ്പോൾ ഞാൻ എന്തായി എന്ന് ചോദിച്ചു, മുകേഷ് ചേട്ടനെ വിളിച്ചോ? ഞാൻ പറഞ്ഞു വിളിച്ചു. എന്ത് പറഞ്ഞു പുള്ളി? പുള്ളിക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു, പുള്ളിക്ക് താല്പര്യമില്ല, പുള്ളി വേറെ പ്രൊജക്റ്റിനാണ്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ അവരുടെ ഇരയാകും, എനിക്കറിയാം. കാരണം ഈ കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ അങ്ങ് പോയി. വർഷങ്ങൾക്ക് ശേഷം പിന്നെ മമ്മൂക്കയുടെ മുന്നിൽ വന്ന് മമ്മൂക്കയെ വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമാണ്. അന്ന് ട്രോളിയ ആള് അന്ന് മെഗാസ്റ്റാറിനെ വെച്ചിട്ട്. അതല്ല, അദ്ദേഹം എങ്ങനെയാണ് ആക്ച്വലി ഒരു ദിവസം എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്ന? ആരുടെയാണ്? മമ്മൂക്കയുടെ ഒരു ദിവസം ഷൂട്ടാണ്. ശരിക്കും ഒരു ദിവസം എന്ന് പറയുന്നത്, അതായത് ശരിക്കും 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നത്, വേറെ ആഡായിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഫസ്റ്റ് ദിവസം ഒരു ഉച്ചയ്ക്കാണ് ഷൂട്ട് തുടങ്ങി. അങ്ങനെ പുള്ളി വന്നു. അതായത് മമ്മൂക്ക വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഓറയാണ് അവിടെ. നമ്മളറിയാതെ അങ്ങ് എഴുന്നേറ്റ് റെസ്പെക്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് മാറി നിൽക്കും. വല്ലാത്തൊരു അവസ്ഥയെന്നല്ല, ഒരു വേറൊരു വേൾഡിൽ പെട്ട പോലെയാകും. അതുവരെ നമ്മൾ ഭയങ്കര എന്താ പറയുക, എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു പരിപാടിയായിട്ട് നിൽക്കുന്നു. നമുക്ക് വന്നപ്പോൾ എല്ലാം സൈലന്റ് ആയി. പിന്നെ അതെ പ്രായം ഉണ്ടെന്നാലും വെച്ച് നോക്കുമ്പോൾ പ്രായം കുറവാണ്. അപ്പോ ആസ് എ യങ് ഡയറക്ടർ എങ്ങനെയായിരുന്നു അപ്രോച്ച്? ലൈക്ക് ഇല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കുട്ടികൾ ചേർന്നിട്ടുള്ള ഒരു സബ്ജക്റ്റായിരുന്നു എൻ്റെ ആഡിലുണ്ടായിരുന്നത്. ഈ കുട്ടികൾ അത്രയും വന്നു മമ്മൂക്ക ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്ക്. അതായത് പുള്ളി അന്ന് കുട്ടികളോടത്ത് ഭയങ്കര ഇൻട്രാക്ട് ചെയ്യും, ഭയങ്കര കളി ചിരികളും, ഭയങ്കര കുട്ടികളെ പോലെ ആയി. ഭയങ്കര ഒരു രസമായിരുന്നു. അതായത് ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കുമോ മമ്മൂക്ക? അതിനൊരു ഇൻസിഡൻറ്റ് ഉണ്ട്. അതായത് മമ്മൂക്ക ഒരു ഷോട്ടിൽ അതായത് ആഡിൻ്റെ പിന്നെ കുറേ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മമ്മൂക്ക ഇന്നിപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താ പറയുക, മമ്മൂക്കയുടെ ആക്ഷൻ ഒന്നും വരുന്നു, കൈയുടെ ഒരു ആക്ഷൻ എനിക്ക് വേണമായിരുന്നു. മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞ് കിട്ടുക ഓക്കെ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ വാവക്ക ചെമ്പുരാൻ്റെ ഒക്കെ ചീഫ് അസോസിയേറ്റാണ് വാവക്ക. അപ്പോൾ ഞാൻ വാവക്കയുടെ തുറന്നിക്ക, എനിക്ക് പുള്ളിയുടെ ആക്ഷൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അതിൽ വന്നില്ല, എനിക്കൊന്ന് പോയി പറയുമോ? എടാ നീലി ഡയറക്ടർ, നീ പോയി പറയും, എനിക്കൊരു പേടി, അങ്ങോട്ട് ചെല്ലും പുള്ളി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറയല്ലേ. ഞാൻ അവനെ പതിയെ എഴുന്നേറ്റു മെല്ലെ പുള്ളിയുടെ അടുത്തേക്ക് പോയിട്ടു. നമുക്ക് ആ ഒരു ആക്ഷൻ ഒന്നും വന്നില്ലായിരുന്നു, വന്നു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. അതിൻ്റെ എൻഡിൽ മുച്ചാണോ വന്നില്ലേ, അങ്ങനെ ഒരായിരിക്കാൻ വഴിയില്ലല്ലോ, അല്ല ഒന്ന് കിട്ടിയാക്കളോ, ശരി ഒന്നുകൂടി ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം വന്നു. ഞാൻ നല്ല ചീത്ത വിളിയൊക്കെ പ്രതീക്ഷിച്ചിട്ട് അങ്ങോട്ട് പോകണം, ഒരു ഭയങ്കര ആശ്വാസമായി. ശരി, അപ്പോൾ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന് എടുത്തു, ഷോട്ട് അതെല്ലാം കഴിഞ്ഞു.
അങ്ങനെ മമ്മൂക്ക എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തിട്ട് പോയിട്ട് ഞാൻ ഷേക്ക് ഹാൻഡ് എടുക്കും, മമ്മൂക്ക എൻ്റെ അടുത്ത് കാണിച്ചു ചെയ്താണ്. അങ്ങനെ ഇത് ചോദിച്ചു മേലായി പണിയായിട്ട് വരുന്നതാണോ അതോ അല്ല ഷേക്ക് ഹാൻഡ് പുള്ളിക്കാരൻ എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്തു. എനിക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം. നന്ദി. നിലവിൽ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ്, അത് നമ്മൾ ഈ കഥ കേട്ടപ്പോൾ ഞാൻ ഈ സബ്ജക്റ്റ് ഇങ്ങ് എടുത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ആദ്യം ഞാൻ നീ ആരാന്നാ നോക്കിയത്. അതല്ല ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, അതല്ല ഇത്രയും ഇത് വലിയൊരു പടമാണ് അല്ലേ? അതെ. അതായത് ഈ ഒരു വലിയ പടം എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ഒരു വലിയൊരു ടെറൈനിൽ അല്ലേ, വളരെ ഡിഫറെൻറ്റ്. എനിക്ക് അങ്ങനത്തെ ടെറൈനിനെ കുറിച്ച് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എന്നെ ഇത് വിളിച്ചത്. കാരണം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളതും ഞാൻ പോയിട്ടുള്ളതും ഒക്കെ ഇതുപോലത്തെ ഭയങ്കര അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ലാത്ത അങ്ങനത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളിലൂടെയാണ് ഞാനിങ്ങനെ പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയിലുള്ള റീലുകളൊക്കെ കണ്ടപ്പോഴാണ് അവൻ കൺവിൻസിങ് ആയതെന്ന് പറഞ്ഞു അല്ലേ? ആ ഒരു എസ്പെഷ്യലി എനിക്കൊന്ന് നരമുണ്ടോ ഖേലോയുടെ ആ ഒരു റീല് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടീമിനെ തന്നെ നറുമുണ്ട ഗ്യാങ് എന്ന് പറഞ്ഞ എനിക്ക് അറിയോ എന്താ സംഭവം നരമുണ്ടോന്ന് പറഞ്ഞാൽ? ഇല്ല, അതെന്ന് വെച്ചാലേ അത് കേട്ടാ അങ്ങ് തരിച്ചു. അതായത് ആ പുസ്തകമാണ് ഇനി വരാൻ പോകുന്നത്. അതിൽ ഒരു ചെറിയൊരു പോർഷനാണ് ഈ പറഞ്ഞ സാധനം. അതായത് ഞാൻ ഭൂട്ടാനിൽ വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. ഞാൻ അങ്ങനത്തെ സോളോ പോകുന്ന സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുമ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ പോയിട്ടാണത് ചെയ്യുക. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഈ ബംഗാളിലെ ബർദ്ധമാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ഒരു ജില്ലയാണത്. അവിടെയാണ് നമ്മുടെ ഈ ജീരകശാല അരി, അതായത് കയമ ബിരിയാണിയുടെ ഉള്ള അരിയില്ലേ, മണമുള്ള അരി. നമ്മളിവിടെ സാധാരണ മണമില്ലാത്ത അരിയല്ലേ. അപ്പോൾ ഈ മണമുള്ള അരി, അപ്പോൾ അയാൾ പറഞ്ഞു അത് പൂത്ത് കഴിഞ്ഞാൽ അവിടെ മൊത്തം ബിരിയാണിയുടെ മണമായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, എങ്ങനെയായിരിക്കും ആ ഒരു സ്മെല്ല് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അയാളുടെ കൂടെ എന്നാൽ ബർദ്ധമാനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അതിന് അയാൾ ബർദ്ധമാൻ്റെ മുമ്പ് ഇറങ്ങും. ഓക്കെ, അതിന് പോകുന്ന സമയത്ത് അയാൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വേറൊരു പയ്യനെ ഞാൻ പരിചയപ്പെട്ടു. അവൻ്റെ ഒരു മയൂർ എന്നാണ്. അപ്പോൾ മയൂർ എന്നോട് പറയാണ് നീ എങ്ങോട്ടാണ് പോകുന്നതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ, അവൻ കുറച്ച് ഇംഗ്ലീഷ് അറിയാം, അവന് കൊൽക്കത്തയിൽ അവിടെ എവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങളെ ഗ്രാമത്തിൽ ഇന്ന് ഉത്സവം നടക്കാൻ പോവാണ്, നാളെ ഉത്സവം നടക്കാൻ പോവാണ്. ആ ഉത്സവത്തിൻ്റെ പേര് നരമുണ്ടോ ഖേല എന്നാണ് ഉത്സവത്തിൻ്റെ പേര്. ഓക്കെ, എന്താ അതിൻ്റെ പ്രത്യേകത? പ്രത്യേകത എന്ന് വെച്ചാൽ മരിച്ച ആൾക്കാരൊക്കെ ഈ ഒരു ഉത്സവം കാണാൻ വരും എന്ന് പറഞ്ഞു. ചോദിച്ചാൽ അതെങ്ങനെയാണ്? ഞാൻ വിചാരിച്ചു ഓക്കെ മാവേലിയൊക്കെ വരും എന്ന് പറയലുണ്ടല്ലോ നമ്മളെ, ഒരു സങ്കല്പം, മരിച്ച മാവേലി നമ്മളെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ചോദിച്ചാൽ ഇങ്ങനെ ഇമാജിനേഷനിൽ വരികയാണോ ചെയ്യുക, ഞങ്ങളിങ്ങനെ ബലി ഇങ്ങനെ അല്ലല്ല, അവരുടെ ബോഡി അതുപോലെ വരും എന്ന് പറഞ്ഞു ഈ ഉത്സവം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം, ഇതെങ്ങനെ ഈ ബോഡി ഈ ഉത്സവം കാണാൻ വരിക? അപ്പോൾ ശരിക്കുള്ളതാണോ? ഉള്ളതാ, എന്നാൽ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേര് സോണോ പൊളോഷി എന്നാണ്, ഈ ഗ്രാമത്തിൻ്റെ പേര് സോണോ പൊളോഷി. അത് അങ്ങ് അറ്റത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭൂമി ഇല്ലയെന്നാണ് തോന്നുന്നത്, അത്രയും അറ്റത്താണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഈ സോണോ പൊളോഷിയിൽ പോയിരുന്ന സമയത്ത് അവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ എല്ലാവരും ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും. പക്ഷെ വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ ഇവരാരും ചിരിക്കൂല, ആ ഗ്രാമത്തിൽ ആരും ചിരിക്കുന്നില്ല. ഈ പെർട്ടിക്കുലർ ഡേയിൽ ആർക്കും ചിരിക്കാൻ പറ്റൂല. എന്നിട്ട് ഇവരെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അവരെല്ലാവരും അവരുടെ വീട്ടിന് മുമ്പിൽ ഇരുന്നിട്ട് ഈ ഒരുമാതിരി മുഖത്തിങ്ങനെ ചായം തേക്കും, പല തരത്തിലുള്ള നമ്മൾ എന്താ പറയുക തെയ്യത്തിനൊക്കെ ചെയ്യൂലേ, കോലം കെട്ട്, അതുപോലെ ദേഹം മുഴുവൻ പെയിൻ്റ് അടിക്കും എല്ലാവരും, ആണുങ്ങളെല്ലാവരും. സ്ത്രീകളിങ്ങനെ പെയിൻ്റ് അടിച്ചു കൊടുക്കും, അവരുടെ ഫേസിലും അവരുടെ ബോഡിയിലൊക്കെ പെയിൻ്റ് അടിക്കും. എന്നിട്ട് ഇവർ ഗ്രാമത്തിൻ്റെ 4 അതിർത്തികളും പൂട്ടും. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് പുറത്തും പോകാൻ പറ്റൂല, പുറത്തുള്ള ആൾക്കാർക്ക് അകത്തും വരാൻ പറ്റൂല, ഇനി നേരം വിളിക്കുന്നവരെ. അങ്ങനെ ഗജൻ മേള എന്ന് പറയും. ഈ നരമുണ്ടോയുടെ വേറൊരു പേരാണ് ഗജൻ. ഈ ഗജൻ മേളയ്ക്കുള്ള ഡ്രം ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. അതിന് ഇത് അടിച്ച് കുറേ നേരം വിളിക്കുന്നവരെയുള്ള സംഭവം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു പുലർച്ചയൊക്കെ ആവുന്ന സമയത്തുണ്ടാവും ഈ കുറ്റിക്കാട്ടിൽ നിന്ന് ഡെഡ് ബോഡീസ് ഇങ്ങനെ കൊണ്ടുവരും ഇവർ. അവർ ഈ ഒരു 15, അതായത് ഈ നരമുണ്ടോ ഖേല കഴിഞ്ഞാൽ പിറ്റേ ദിവസം പൊഹേല ബൈഷോഗ്, അതായത് ന്യൂ ഇയർ, ബംഗാളികളുടെ ന്യൂ ഇയറിനാണ് പൊഹേല ബൈഷോഗ് എന്ന് പറയുക. ഈ ബൈഷോഗിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസമാണ്, ആ വർഷം തീരുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ നന്ദി പ്രകടനമായിട്ട് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 15 ദിവസം ഒരു ചന്ദ്രൻ്റെ ഇത് വെച്ചിട്ട് 15 ദിവസം മുമ്പ് മരിച്ച ആൾക്കാരുടെ കുഴി മുഴുവൻ അവർ പോയി തോണ്ടും, എല്ലാ ഗ്രാമത്തിലും പോയിട്ട്. എന്നിട്ട് ഈ ഡെഡ് ബോഡി എടുത്തു കൊണ്ടുവന്നിട്ട് അതിനെ മുറിക്കും, പകുതിയാക്കും. എന്നിട്ട് എല്ലാവരുടെ തലയിലും ഈ ഡെഡ് ബോഡി വെച്ചിട്ട് ഇങ്ങനെ വരും. അവരിങ്ങനെ ആടിയിട്ട് വരും. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ബോഡിയാണ്. എത്ര നാളായിട്ടുണ്ടാവും ഇത്? 15 നാൾ മുമ്പ് അവർ ശേഖരിച്ചു വെക്കും ഈ ബോഡി. അവർ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച് വെക്കുക ചെയ്യുക. പിന്നെ
തോണ്ടി എടുത്തിട്ട് അവളിങ്ങനെ മറച്ചു വെക്കും. ഓക്കെ. എന്നിട്ട് ഒരു വാള എടുത്തിട്ട് പകുതി ഇങ്ങനെ മുറിച്ചിട്ട് ആ കുടലൊക്കെ ഇങ്ങനെ പുറത്താക്കിയിട്ട് അവരിങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഗജൻ 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 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രം ബീറ്റോട് കൂടി ഇങ്ങനെ വരും. എന്നിട്ട് ചെറിയ കുട്ടികളുടെ ബോഡി ഉണ്ടല്ലോ അതിങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ടാണ് അവർ വരിക. അതിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു റെവറൻസോട് കൂടി ആൾക്കാരൊക്കെ ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ ഭക്തിയോടെ നിൽക്കും. എന്നിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ബോഡി എടുത്തിട്ട് ചിലവരെന്താ ചെയ്യുക വെച്ചാൽ 2 കൈ ഇങ്ങോട്ട് പിടിക്കും, 2 കാൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് ആ ബോഡി ഇങ്ങനെ അങ്ങ് കീറും, വലിച്ച് കീറും. പിന്നെ ആ ബോഡി എടുത്തിട്ട് നിലത്തിട്ട് അടിക്കും. എന്താണെന്നറിയില്ല, അത്രയും എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ആഘോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു. അത് അവരുടെ ശരിക്കും പറഞ്ഞാൽ ആ സമയത്തുള്ള അവരുടെ വികാരം എന്തായിരിക്കും, അവരുടെ മാനസികാവസ്ഥ ഭക്തിയുടെ ആണോ? അതായത് കാലഭൈരവന് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഭൈരവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭോലേനാഥ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് അവരിത് ചെയ്യുക. അപ്പോൾ ഇത് പോലീസും പിന്നെ പട്ടാളൊന്നും ഈ കേസൊന്നും ഇപ്പോൾ ഈ ലാസ്റ്റ് ഇയറിലെങ്ങാനും ഇതിൻ്റെ കുറച്ച് ഔട്ടായ സമയത്ത് പോലീസുകാർ ഇൻ്റർഫിയർ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും, കാരണം ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്ത് തോന്നിവാസം കാണിച്ചാലും അതിന് മതത്തിൻ്റെതായിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങൾക്ക് അതെ. അപ്പോൾ എങ്ങനെ ചെയ്താലും അതിലേക്ക് പോലീസിനൊക്കെ പേടിയാ കൈ കടത്താൻ വേണ്ടിയിട്ട്. ഇപ്പം ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ അത് പറയും അത് മുസ്ലിങ്ങളുടെ വിശ്വാസം. ശരിക്കും പറഞ്ഞാൽ അത് വിശ്വാസമാണെങ്കിൽ അതൊരു ക്രൈം തന്നെയാണല്ലോ ചെയ്യുന്നത്. ബോഡി ആണെങ്കിൽ പോലും അതെ, പല തരത്തിലുള്ള ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, കാശിയിലൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞാൽ എൻ്റെ ഏൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്റ്റേറ്റുകൾ, ഇപ്പോൾ യു പിയിൽ തന്നെ എനിക്ക് തോന്നുന്നു, അതായത് ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CRPCയും IPCയും ഒരു ഇന്ത്യൻ ഭരണഘടനയാണുള്ളത്. പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണല്ലോ അവരൊക്കെ നിൽക്കുക. കാരണം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും ഇവർക്ക് ആർക്കും അറിയില്ല. അടുത്ത പോലീസ് സ്റ്റേഷൻ തന്നെ പ്രവർത്തിക്കുന്നതിന് ആ ഒരു രീതിക്കാണ്. പോലീസുകാർക്കൊന്നും ഒന്നും ചെയ്യാനില്ല അവിടെ. വെച്ചാൽ ബീഹാറിലൊക്കെ ഉള്ള സ്ഥിതി അവരൊക്കെ എന്ന് വെച്ചാൽ ഈ പാമ്പ് കടിയൊക്കെ ഏറ്റാലുണ്ടല്ലോ, അവിടെ പാമ്പ് കടി ഏറ്റാൽ അവർക്ക് ദഹിപ്പിക്കാൻ പറ്റൂല, അവർ പുഴയിൽ ഒഴുക്കി വിടുക ചെയ്യുക ബോഡി. അതായത് ഗംഗയിൽ ഒഴുക്കി വിട്ടാൽ ആ വിഷം പോവും, പിന്നെ അവർ സ്വർഗത്തിലെത്തുന്നൊക്കെയാണ് വിചാരിക്കുക. ഇപ്പോൾ പിന്നെ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പാമ്പ് കടി ഏറ്റ ആളെ ചാണകത്തിൽ കുഴിച്ചിടും മരിക്കുന്നതിന് മുമ്പ് തന്നെ. എന്നാലേ ആ ചാണകം ഇത് വലിച്ചെടുക്കുന്ന പറയുക പാമ്പിൻ്റെ വിഷം. പക്ഷെ ആൾ മരിച്ചു പോയിട്ടുണ്ടാവും. അതായത് പാമ്പ് കടി ഏറ്റ അപ്പം തന്നെ ഈ ചാണകത്തിൽ പൊതിഞ്ഞു വെക്കുക. മരിച്ചുപോയ ആളുടെ പിന്നെ വിഷം വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാം? മരിച്ചിട്ടില്ല, പാമ്പ് കടി ഏറ്റ ആളെ അപ്പം തന്നെ ചാണകത്തിൽ പൂഴ്ത്തി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം തുറന്നാൽ ജീവനോടെ ഉണ്ടാവും എന്ന് പറയും. അപ്പോഴേക്കും അവർ ചാണകം ഉള്ളിൽ കയറി മരിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ എത്ര കേസസ് ഉള്ളതെന്നാ ഞാൻ പറഞ്ഞത്. വിശ്വാസമല്ലേ, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇത് ഇല്ലിറ്ററസി ആണോ അല്ലെങ്കിൽ വിശ്വാസം അന്ധമായിട്ടുള്ള നമുക്ക്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോൾ അത് പലരെയും ഒഫൻഡ് ചെയ്യാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അല്ല, ശരിക്കും നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്ത് നമ്മുടെ സ്ക്രിപ്റ്റിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ തെളിവ് സഹിതം എനിക്ക് കാണിച്ചു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. അതായത് പാലത്തിന്റെ മുകളിൽ നിന്ന് ബോഡി ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടുക ചെയ്യാം, ഡെഡ് ബോഡീസ്. അതായത് ഗംഗയിൽ ഒഴുകി പോയാൽ മോക്ഷം കിട്ടുന്നുള്ള ഒരു വിശ്വാസമാണത്. അതെ അതെ, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ഒരുപാട്. അതായത് ഞാനിപ്പോൾ മെനിയാന്ന് ഒരു സാധനം ഇൻസ്റ്റ തന്നെ റിമൂവ് ചെയ്തു കേട്ടോ. എന്താ അറിയോ, തലയോട്ടി എടുക്കുന്നതിന്റെ വീഡിയോ. തലയോട്ടി ഇങ്ങനെ അവര് നമ്മളിങ്ങനെ മണികർണികയുടെ അക്കരെ പോകുന്ന സമയത്ത്